ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ വിജയം സാധ്യമാക്കി തീർത്ത UDF നേതാക്കൾക്കും 10,000 വരുന്ന UDF പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. കേരളത്തിലുടനീളം ശക്തമായ പ്രചരണം നടത്തിയ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും മറ്റ് AICC നേതാക്കൾക്കും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരും. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഒരു മാതൃകയാണ് കേരളത്തിലെ ടീം UDF എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ രാജ്യത്തോട്. നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഗീയവാദത്തിൻ്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനുമെതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിൻ്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും ചെറുപ്പക്കാരും UDFനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയാണ്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് ഇനി UDF. ഞങ്ങൾ പുതുയുഗ യാത്രയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഒരു പുതുയുഗം കേരളത്തിലുണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങളുണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, ഈ രാജ്യത്തെ 1-ാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് പോകും. ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരം അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അതവരുടെ പ്രതീക്ഷയും അവരുടെ സ്വപ്നവുമാണ്. അതിനെ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. ഞാൻ കരുതുന്നു കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ജാതിമത ചിന്തകളില്ലാതെ UDFനെ സഹായിച്ചു. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, നമ്മൾ മലബാറെന്നും കൊച്ചിയെന്നും തിരുവിതാംകൂറെന്നൊക്കെ ഇപ്പോഴും വേർതിരിച്ച് സാധാരണ പറയാറുള്ള ഈ കേരളത്തിലെ എല്ലാ പ്രദേശത്തും വലിയ വിജയമാണ് ഉണ്ടായത്. ജാതി മതത്തിന് അപ്പുറത്തായി, സ്ഥലങ്ങളുടെ പ്രത്യേകതയ്ക്ക് അപ്പുറമായി ഉള്ള വലിയ വിജയം, കേരളത്തിലെ എല്ലാ ജനങ്ങളും നൽകിയ വലിയ വിജയമാണ് UDFനുണ്ടായിരിക്കുന്നത്. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള ശ്രമം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ കരുതുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായി CPMന് വോട്ട് ചെയ്യുന്നവർ, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരോടെല്ലാം നന്ദി പറയുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടണമെന്നും UDF വിജയിക്കണമെന്നും ആഗ്രഹിച്ചവർ UDF കുടുംബത്തിലല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് CPM കോട്ടകൾ വരെ പൊളിച്ചടുക്കാൻ കഴിഞ്ഞ ഈ വിജയം ജനങ്ങൾ സമ്മാനിച്ചത്. CPMൻ്റെ ഏറ്റവും വലിയ കോട്ടകൾ വരെ ഇളകി വീണ ഒരു തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ ഈ തീരുമാനം, ആ തീരുമാനമാണ് സുപ്രധാനമായൊരു രാഷ്ട്രീയ തീരുമാനം. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം ഉണ്ടാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഞങ്ങളുടെ UDFനുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കും.